ഹലോ, മലപ്പുറവൻ മൈക്കെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുത്തോഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളിനിൽ വിതുമ്പി പാടി പ്രേമ പിരീശത്തിൽ മനം നേരെ കരഞ്ഞു പാടി. ഇശ്കിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിഷാദത്തിൽ ഇശലുമൂളി കരള് പൊട്ടി. എന്റെ കഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? എന്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? തിരുത്തോഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളിനിൽ വിതുമ്പി പാടി. പ്രേമ പിരീശത്താൽ മനം നേറി കരഞ്ഞു പാടി. സദാ ചേലിൽ ചിരി ചിന്തും നിലാവിന് കരയുന്നു. മുഴുധാരാകണങ്ങളും വിലപിക്കുന്നു. സദാ ചേലിൽ ചിരി ചിന്തും നിലാവിന് കരയുന്നു. മുഴുധാരാകണങ്ങളും വിലപിക്കുന്നു. ഇളം തെന്നൽ കരയുന്നു. ഇനിയാര് തഴുകും ഞാൻ? മലർവേണി മണത്തിന്റെ കൊതി തീർന്നില്ല. മലർവേണി മണത്തിന്റെ കൊതി തീർന്നില്ല. തിരുത്തോഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളിനിൽ വിതുമ്പി പാടി. പ്രേമ പിരീശത്താൽ മനം നേരി കരഞ്ഞു പാടി. പുലരിത്തൻ അലങ്കാരം മലരായ മലരെല്ലാം മണം വീശാനകന്നുണ്ട് മെയ് പൂട്ടുന്നു. പുലരിത്തൻ അലങ്കാര മലരായ മലരെല്ലാം മണം വീശാനകന്നുണ്ട് മെയ് പൂട്ടുന്നു. പ്രപഞ്ചത്തെ വെളിച്ചത്തിൽ പുടയാടയണിയിക്കും ഒളിശംസം ഇരുളിന്റെ ലിബാസിൽ മൂടി. ഒളിശംസം ഇരുളിന്റെ ലിബാസിൽ മൂടി. തിരുത്തോഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളിനിൽ വിതുമ്പി പാടി. പ്രേമ പിരീശത്തിൽ മനം നേരി കരഞ്ഞു പാടി. ഇശ്കിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിഷാദത്തിൽ ഇശലുമൂളി കരള് പൊട്ടി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. കുട്ടികൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവായി മുമ്പോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. എന്റെ പേര് യാസിൻ. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. മദ്രസയെന്ന മലർവാണ്, മനനിറയുന്നൊരു പൂവാണ്. എൽമുൻ മധുരം നുകരാണത്തും ഇടമാണല്ലോ മുഖം ചൂടി.
നേരത്തെ നാം എത്തണം, നേര് പറഞ്ഞു പഠിക്കണം, ഉസ്താദിന്റെ കൽപ്പനകൾ ഉത്തമമായിരിക്കണം. മദ്രസ എന്ന മലർവാണ്, മണനിറയുന്നൊരു പൂവാണ്. ഇൽമിൽ മധുരം നുകരാനത്ത് ഇടമാണല്ലോ ഹിബത്തൂലി. അസ്സലാമലൈക്കും. മൈക്കലേക്കട്ടെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്ദുള്ളക്ക മൈക്ക് വേണോ? അബ്ദുള്ളക്ക, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ മൈക്കിൽ വന്നോളി. ഞാന് അബ്ദുള്ളക്ക, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? റൈസാൻഡ് ചെയ്ത് നിൽക്കുന്നോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും യാസീൻ മോനാണല്ലോ അല്ലെ? മലപ്പുറവൻ എന്ന ഐഡിയിൽ നിന്ന് നമുക്ക് പാട്ട് പാടിത്തന്നത് മലപ്പുറവൻ എന്ന ഐഡിയിൽ നിന്ന് യാസീൻ മോന്. മാഷാ അള്ളാ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാന്. വളരെ മനോഹരമായിട്ട് തന്നെ മോന് പാടി. എത്ര ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നത്. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യാസീൻ മോന്? മാഷാ അള്ളാ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാസീൻ മോനാണ് മദ്രസനെ കുറിച്ച് പാടിയത്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ യാസീൻ മോനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാതൃകാ പുരുഷന്മാരെ അള്ളാഹു അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫസൽ ഉസ്താദ് മൈക്ക പോയിട്ടുണ്ട്. അദ്ദേഹം DC അബ്ദുള്ളക്കും DC തോന്നുന്നുണ്ട്. അബ്ദുള്ളക്ക് കേൾക്കുന്നില്ല. അബ്ദുള്ളക്ക് കേൾക്കുന്നില്ലല്ലോ. രണ്ടാമത് DC ആണ്. ആരെങ്കിലും അഡ്മിമാരുണ്ടെങ്കിൽ ഒന്ന് ബോൺസ് ചെയ്യാറ്. അവരറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ മൈക്കിൽ ചിലപ്പോൾ തുറന്നുണ്ടാവും. അതിനെ ആരെങ്കിലും ഒന്ന് ബോൺസ് ചെയ്യും. അഡ്മിമാർ ആരുമില്ലേ? അബ്ദുള്ള കോട്ടക്കാട് ആരുമില്ല ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് ബോൺസ് ചെയ്താൽ. അദ്ദേഹം പോയിട്ടുണ്ട്. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. യാസീൻ മോന് അതിമനോഹരമായ ഒരു ഗാനമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്ത് വരണം കേട്ടോ. മുകളിൽ വരിക, റൈസാൻഡ് ചെയ്ത് വരിക. നമ്മുടെ കുരുന്നുകൂട്ടം വലിയ കൂട്ടമാകാതെ നമ്മുടെ കുരുന്നുകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഏതാനും നിമിഷങ്ങൾ കിട്ടുന്ന ഒരവസരം മാത്രമാണത്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ അവസരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ആ കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയും. അവരുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അത് മനസ്സിലാക്കി രക്ഷിതാക്കന്മാർ, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കളിക്കുന്ന സമയങ്ങളായിരിക്കും അല്ലെ. അത് ആ കളിയൊക്കെ നിർത്തി ആഴ്ചയിൽ ഒരു ദിവസം ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് KCR-ൽ അടുപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് മെച്ചമുണ്ടായിരിക്കും. പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശവുമാണ്, ആനന്ദവുമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്. നോൺസ് സാലു എവിടെ? അദ്ദേഹം റൈസാൻഡ് ഒഴിവാക്കി പോയി. കുട്ടിയുണ്ടെങ്കിൽ റൈസാൻഡ് കയറി വരും. മൈക്കിലേക്കാണെങ്കിൽ റൈസാൻഡ് ചെയ്യും. മൈക്കിലേക്കാണോ? മാഷാ അല്ലാഹ്. മണ്ണാർക്കാടിന്റെ വാനമ്പാടി ഷാക്കിർ മുസ്തഫ അവിടെ ഉണ്ടല്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ മൈക്കിൽ ഒരു പാട്ട് പാടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ മൈക്കെടുക്കുന്ന ആളുകളൊക്കെ DC ആവുകയാണല്ലോ. മൈക്കെടുക്കുന്ന ആളുകളൊക്കെ നൂൻസാലു അത് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം കുട്ടി DC ആയിട്ടുണ്ട്.
അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പാടുന്നുണ്ടാവും. മലപ്പുറം നിങ്ങൾക്ക് മൈക്ക് വേണ്ടേ? യാസിൻ മോൻ മൈക്കിലേക്ക് വരിക. ഓക്കെ ഓക്കെ. അസ്സലാമലൈക്കും. ഞാനൊരു പാട്ടും കൂടി പാടാൻ പോവാണ്. മദ്രസക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പാടാൻ പോവാണ്. ഇപ്പൊ മദ്രസ ഉണ്ട്. അസ്സലാമലൈക്കും. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. തങ്ങൾ ജനിച്ചത് നാടേത്? അറബ് നാട്ടിലെ മക്കത്ത്. തങ്ങൾ ജനിച്ചത് നാളേത്? റബീഉൽ അവ്വൽ 12. തങ്ങൾ വഫാത്തായി. തന്റെ വഫാത്ത് മദീനത്ത്. നബിയുടെ ഉപ്പയെ അറിയാമോ? അബ്ദുല്ലാഹി റളിയല്ലാഹു. നബിയുടെ ഉമ്മയെ അറിയാമോ? ആമിന ബീബി റളിയല്ലാഹു. നബിയെ കാണാൻ കൊതിയുണ്ട്. കാണാൻ എത്ര കൊതിയുണ്ട്. പുണ്യ മദീനയിൽ പോയെങ്കിൽ റൗളയിൽ നബിയെ കാണാലോ. മരണം വന്നിടും മുമ്പായി റൗളയിൽ അല്ലാഹ് എത്തിക്ക്. അസ്സലാമലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. യാസിൻ മോന് വീണ്ടും മദ്രസയിൽ പോകുന്നതിന് മുമ്പ് അതിമനോഹരമായ ഒരു പാട്ടും കൂടെ പാടിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമിനെ അള്ളാഹു നൽകുമാറാവട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് നോൺ സാലു അദ്ദേഹം നേരത്തെ DC ആയി പോയതാണ് കുട്ടി. ഏതായാലും അദ്ദേഹം പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തൽക്കാലം മൈക്കൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് സലവാഹാണ്. ഞാൻ എന്റെ വീട് മുണ്ടമ്പറമ്പ്. ഞാനൊരു പാട്ട് പാടാൻ പോകും. മാണിക്യമലരായ ബീവി മക്കയെന്ന പുന്നനാട്ടിൽ വിലസുടുന്നാരി. മാലിക്കായമലരായ ബീബി മക്കയ ഹബീബ ബീവി. അക്കയെന്ന പുന്നനാട്ടിൽ നാരി. അസ്സലാമലൈക്കും. മാഷാ അല്ലാഹ്. ഷാക്കിർ മിസ്സാഹ് നിങ്ങൾ ബൈക്കിലേക്ക് വരി. ആരില്ലാത്തോണ്ട് വന്നാണ്. ഷാക്കിർ മിസ്സാഹ് നിങ്ങൾ ബൈക്ക് റേഷൻ ചെയ്യും. ഷാക്കിർ മിസ്സാഹ് മാഷാ അല്ലാഹ് റേഷൻ ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. സൽവ ഹനൂൻ അല്ലേ? നല്ല അടിപൊളി പേരാണല്ലോ മോളെ. മുണ്ടമ്പറമ്പ്. മോള് മദ്രസയിൽ പോകുന്നുണ്ടോ? മാഷാ അല്ലാഹ്. എത്രയിലെ മദ്രസയില്? എത്രയിലാ മോള് മദ്രസയിൽ പഠിക്കുന്നത്? മാഷാ അല്ലാഹ്. 1ാം ക്ലാസ്സിലാണല്ലേ? നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ മോളെ. മോള് ഉഷാറായിട്ട് പാടി. അള്ളാഹു ഇനിയും ഇതുപോലെ നമ്മുടെ KCR വന്നുകൊണ്ട് പാടാനുള്ള
തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു ഇവിടെ വന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കുരുന്നുകളെയും അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. അതുപോലെ പഠനത്തിൽ വളരെ നല്ല ബുദ്ധികൂർമ്മത അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. മാതാപിതാക്കൾക്കും നാടിനും നാട്ടാർക്കും ഉപകരിക്കുന്ന ദീനിനും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അബൂഷിബിൻ ഉസ്താദിന്റെ മൈക്കിൽ വന്നാൽ മതിയായിരുന്നു. ഞാന് നിങ്ങൾ മൈക്കെടുക്കാൻ വൈകിയപ്പോൾ വെറുതെ ഒന്ന് റൈസാൻഡ് ചെയ്തതാണ്. ഓക്കെ, ഏതായിരുന്നാലും അടുത്ത ഐഡിയുള്ള സുഹൃത്ത് കുട്ടി മുനീറിലെ അതോ മുനീർ മുനീർ ഇരുമ്പുചോല അല്ലെ. ഓക്കെ, ഏതായിരുന്നാലും അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഉഷാറായിട്ട് പാടും എന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഞാൻ മൊഹിയുദ്ദീമാല കുറച്ച് വരികൾ ചൊല്ലാം. അല്ലാഹുവിന്റെ പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകൽ അരുളാലേ ആയ മുഹമ്മദാ പരികീളം ആണോവർ എല്ലാ കിളയിലും വൻകീളം ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ ബിൽഖുതുബിർ റബ്ബാനി വൽഗൗഫിസ് സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ് സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവർ ചെയ്തവർ തായും ബാവയും ആണോവർ ബാവമുതുവിന് കുത്തുബായി വന്നോവർ വാനം അതയിലും കേളി നിറഞ്ഞോവർ ബിൽഖുതുബിർ റബ്ബാനി വൽഗൗഫിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. ഇരുന്ന ഇരിപ്പിന്നെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ വലത്തെ ശരീഅത്തുന്നും കടലുള്ളോവർ ഇടത്തെ ഹഖീഖത്തുന്നും കടലുള്ളോവർ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരയുള്ളോവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ ബിൽഖുതുബിർ റബ്ബാനി വൽഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, നമ്മുടെ മാജിദ് മോളാണല്ലോ. നല്ല ഉഷാറൻ, നല്ല ഗാനമായിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖിനെ കുറിച്ചുള്ള നല്ല പാട്ടില് നല്ല ബൈത്ത് നമ്മളെ എന്താ പറയാ, നല്ല നന്നായിട്ടുണ്ട് മോളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അയാൾ ഇനിയും പാടണം. നമ്മളെ എപ്പോഴും നമ്മളെ കുരുന്ന കൂട്ടത്തിൽ സജീവമാക്കുന്ന നമ്മുടെ
മാജിദ മോളാണ് നമുക്ക് വേണ്ടി മുഹ്യിദ്ദീൻ മാലയിലെ ചില വരികളാണ് നമുക്ക് വേണ്ടി നമ്മുടെ മാജിദ മോൾ ആലപിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാജിദ മോൾ എപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിനെ ധന്യമാക്കുന്ന മോളാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ പഠിപ്പിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഫസൽ ഉസ്താദും കൈപൊക്കിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഫുർഖാൻ എന്നായിരുന്നുള്ള കുട്ടി കേൾക്കുന്നുണ്ട് അല്ലെ? ഫുർഖാൻ എന്നായിരുന്നുള്ള കുട്ടി കേൾക്കുന്നുണ്ടോ? ഫുർഖാൻ എന്നായിരുന്നുള്ള കുട്ടി കേൾക്കുന്നുണ്ടോ? ഫുർഖാൻ 210 അതായത് നല്ലൊരു ഗാനം തന്നെ കേട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ജഡ്ജി മൈക്ക് തരാം. ഫസൽ ഫസ് ഉസ്താദ് മുമ്പർക്ക് മൈക്ക് കിട്ടുന്ന ജാബറാജുണ്ട്. ഫസൽ ഫസ് ഉസ്താദ് മൈക്ക് വന്നതിന് ശേഷം കുട്ടി പാട്ട് കേട്ട. കാരണം ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് ഈസി ആവരുത്. നല്ല കുട്ടികളൊക്കെ എല്ലാവരും കൈ കൊടുക്കുക. ഉസ്താദ് മൈക്ക് വന്നതിന് ശേഷം കുറക്കാനായി പാട്ട് പാടും. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ക്ഷമിക്കണം, നേരത്തെ നെറ്റ് കണക്ട് ആയതുകൊണ്ട് പിന്നെ ഡിസ്കണക്ട് ആയതുകൊണ്ട് പോയതാണ്. ബഹുമാനപ്പെട്ട ഷാക്കിറുൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ദുള്ളക്ക, എല്ലാവർക്കും മഷ്കൂർ. ജസാക്കുമുല്ലാഹു ഖൈറ ജസാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായിട്ട് ഷാക്കിറുൽ ഉസ്താദും ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് ബഹ്റൈനിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാം മാഷാ അല്ലാഹ്. അബൂ ഷബീർ ഉസ്താദും അതിലൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് ഡിസ്കണക്ട് ആയി പിന്നെ DC ആണെന്ന് തോന്നുന്നത്. ഏതായാലും മാഷാ അല്ലാഹ് നമ്മുടെ മാജിദ മോള് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം മാജിദ മോൾ പലപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി. വളരെ മനോഹരമായിട്ടുള്ള എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ കുരുന്നുമക്കളൊക്കെ വളരെ പെട്ടെന്ന് മൈക്കിൽ വരണം. വളരെ പെട്ടെന്ന് കുരുന്നുമക്കളൊക്കെ എവിടെയാണ് നമ്മുടെ ഹസൻ മോന്, സിനാൻ മോനൊക്കെ ഓൺലൈനിലുണ്ടല്ലോ. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു വാനമ്പാടിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സിനാൻ മോന് മൈക്കിൽ വരണം. ദുൽദുൽ ഹസൻ എവിടെ? ഹസൻ മോൻ എവിടെ? ഷാർജയിൽ നിന്നുള്ള ഹസൻ മോൻ ഒന്നും ശബ്ദം ശ്രവിക്കുന്നില്ലേ? ഉറങ്ങിയോ? ഒരുപാട് മക്കൾ ഓൺലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദിന്റെ മക്കളൊക്കെ ഇന്ന് ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദിന് ആദ്യം പറയാനുള്ള 2 വരിയിൽ ഒതുക്കാൻ പാടില്ല മക്കളുടെ പാട്ട്. അവിടെയുള്ള എല്ലാ കുട്ടികളും ഇന്ന് പാട്ട് പാടണം ഓരോ സമയത്ത് ഇൻഷാ അല്ലാഹ്. അപ്പോ കഴിഞ്ഞ ആഴ്ച അറിയിച്ചത് അവർ തുടക്കത്തിലല്ലേ അവർക്ക് ആദ്യമായിട്ട് മൈക്കെടുക്കുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടാവുന്ന. അപ്പൊ ഇന്നെല്ലാം പേടിയും മാറ്റി വെച്ചിട്ട് ഇന്ന് ഷരീഫ് ഉസ്താദിന്റെ മക്കളൊക്കെ വളരെ മനോഹരമായിട്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പാടും ഇൻഷാ അല്ലാഹ്. ഏതായാലും മജിദ മോളാണ് നമുക്ക് ഇതുവരെ പാടിത്തുന്നത്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പഠനകാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മജിദ മോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഫുർഖാൻ എന്ന ഐഡിയിലുള്ള ഷരീഫ് ഉസ്താദിന്റെ ഹാഫിദ് ഷരീഫ് ഉസ്താദ് ദുബായ് അവരുടെ മക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ പേര് മുഹമ്മദ് മൂസിൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനൊരു പാട്ട് പാടാം. ഇലാഹി തരേനെ വിധീ കരീമേ കൊതിച്ചു മനസ്സ് നിറച്ചൊരു ആശ, കൊതിച്ചു മനസ്സ് നിറച്ചൊരു ആശ കിട്ടിരുവാണ് കൈകളുയർത്തി. യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ്. യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ്. ഇലാഹി തരേനെ വിധിയൻ കരീമേ കൊതിച്ചു മനസ്സ് നിറച്ചൊരു ആശ, കൊതിച്ചു മനസ്സ് നിറച്ചൊരു ആശ കിട്ടിരുവാണ് കൈകളുയർത്തി. യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ്. യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ്. കാലമേറെ പിന്നിലായി ഖാലിഫത്തിരുന്നിതാ. കാലമേറെ പിന്നിലായി ഖാലിഫത്തിരുന്നിതാ.
كريم يا كريم يا كريم الله يا كريم يا قريب يا كريم الله إلهي തരേണേ വിധിയും കരീമേ കൊതിച്ചു മനസ്സിനിറച്ചൊരു കൊതിച്ചു മനസ്സിനിറച്ചൊരു വാശ കിട്ടിടാണ് കൈകൾ ഉയർത്തി യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് സാഗരത്തിലായി സാഗരത്തിൻ തീരമിൽ സാഗരത്തിൽ പിന്നിലായി സാഗരത്തിൻ തീരമിൽ മക്കളെല്ലാം മണ്ണിലായി മാതൃക പൊന്നാടത്തിൽ അജകേറും കാഴ്ചകൾ കാണിക്കണേ അതിന് കാരുണ്യം ചൊരിയണമേ അജകേറും കാഴ്ചകൾ കാണിക്കണേ അതിന് കാരുണ്യം ചൊരിയണമേ യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് ഇലാഹി തരേണേ വിധിയും കരീമേ കൊതിച്ചു മനസ്സിനിറച്ചൊരു വാസം കൊതിച്ചു മനസ്സിനിറച്ചൊരു വാസം കിട്ടിടുവാനായി കൈകൾ ഉയർത്തി യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് യാ കരീമേ യാ കരീമേ യാ കരീം അല്ലാഹ് അസ്സലാമു അലൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. മുഹ്സിൻ മോനെ, മുഹമ്മദ് മുഹ്സിൻ മോനെ വളരെ മനോഹരമായിട്ട് തന്നെ പാടി. പിന്നെ നല്ലൊരു ഭക്തിഗാനം. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ മനോഹരമായിട്ട് നമ്മുടെ മുഹമ്മദ് മുഹ്സിൻ മോനാണ് നമുക്ക് ഇതുവരെ പാട്ട് പാടിത്തത്. അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം തോന്നുന്നു. മുഹമ്മദ് മുഹ്സിന് കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മോനെ കഴിഞ്ഞ ആഴ്ച കുറഞ്ഞ വരികളിൽ ഒതുക്കി പാട്ട് ഇന്ന് വളരെ മനോഹരമായിട്ട് പാടി, ഒരുപാട് പാടി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പോയാ മോന് പാടിയതിന് പോയാ? ആ, അടിയിലുണ്ടല്ലേ. അതെന്താ മുകളിൽ നിന്ന് പോകുന്നേ? മക്കളൊക്കെ മുകളിൽ വരണം, റൈസ് ഹാൻഡ് ചെയ്ത് വരണം. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാവരും ഇൻഷാ അല്ലാഹ് റൈസ് ഹാൻഡ് ചെയ്ത് വളരെ പെട്ടെന്ന് വരണം. നമുക്ക് നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലൈവ് വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് കുരുന്നുകൂട്ടം നേരത്തെ തുടങ്ങിയതാണ്. നമുക്കുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാ കുരുന്നു മക്കളും, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വളരെ പെട്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കുള്ള സമയം അത് ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. ലൈവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈക്ക് ലൈവ് ടീമിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസരം നമുക്ക് കിട്ടൂല. അപ്പൊ ഉള്ള അവസരം എന്റെ കുരുന്നു മക്കള് പരമാവധി ഉപയോഗപ്പെടുത്തുന്ന. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഉറക്കൊക്കെ വരുന്നുണ്ടാവും എല്ലാവർക്കും. വലൈക്കും അസ്സലാം. ജാഫർ വില്ലൻ സാഹിബൊക്കെ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ്. അപ്പോ എല്ലാവരും പിന്നെ വളരെ പെട്ടെന്ന് മൈക്കിൽ വരണം. ഇൻഷാ അല്ലാഹ് റൈസ് ഹാൻഡ് ചെയ്ത് വരണം. നമ്മുടെ ഹസൻ മോനൊക്കെ റെഡി ആണല്ലോ അല്ലെ? ഹസൻ മോന്, മുഹമ്മദ് ഹസൻ മോന്, അതുപോലെ തന്നെ മാജിദ മോള് ഒരു പാട്ടും കൂടി ഒക്കെ പാടാനായിട്ടുണ്ട്. എല്ലാ ആഴ്ചയും മാജിദ മോള് നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ, സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയെ കുറിച്ച്. മോൾ ഇൻഷാ അല്ലാഹ് അത് വൈകാതെ തന്നെ പാടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഫുർഖാൻ എന്നതിലുള്ള പിന്നെ മുഹ്സിൻ മോൻ ഇനിയും റൈസ് ഹാൻഡ് ചെയ്ത് വരണം, ഇനിയും പാട്ട് പാടണം. ഒരു പാട്ട് പാടിയിട്ട് താഴെ പോയി ഒളിച്ചിരിക്കാൻ പറ്റൂല. കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഹസൻ മോൻ എത്തിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത. അതുപോലെ സിനാൻ മോനൊന്നും ഇല്ലേ? സിനാൻ മോനൊന്നും ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? സിനാൻ മോന് ഒരുപാട് വലിയ കുട്ടികൾക്കൊന്നും ചാൻസ് ഇല്ല എന്നാണ്. വലിയ കുട്ടികൾക്ക് ചാൻസ് ഉണ്ടോ എന്നൊക്കെ PM ചെയ്ത് നമ്മുടെ ഉസ്താദുമാരൊക്കെ ചോദിക്കുക. ഉസ്താദുമാരൊക്കെ പിന്നെ അവരുടെ ഉമ്മാരെ കുട്ടികളായിരുന്നല്ലോ. ഇപ്പൊ അവർക്കൊക്കെ ഒരു പൂതി, കുട്ടികൾ പാട്ട് പാടുമ്പോ ഞങ്ങൾക്കൊന്ന് പാടാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പോ ഇത് നമ്മുടെ കുരുന്നുകൂട്ടത്തിന്റെ ഒരു കാനൂൻ എന്താണെന്നറിയോ ഉസ്താദെ? 15 വയസ്സുള്ള താഴെയുള്ള ആൺകുട്ടികള് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് കുരുന്നുകൂട്ടത്തിൽ അവസരമുള്ളത്.
വലിയ കൂട്ടമൊക്കെ നമ്മുടെ ഓപ്പൺ ഫോറത്തിലാണ്. ബഹുമാനപ്പെട്ട ഹസൻ മോനൊക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നേരത്തെ നമുക്ക് പാട്ട് പാടി തന്ന മുഹസിൻ മോൻ, അല്ലാഹു തആല സ്വാലിഹായ കുട്ടികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉപ്പയൊക്കെ പോലെ ഹിഫ്ള് പഠിക്കാനും ഖുർആന് ഒരുപാട് പഠിക്കുവാനും അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുഹമ്മദ് മുഹസിൻ മോന്, ബഹുമാനപ്പെട്ട ശരീഫ് ഉസ്താദിന് മോൻ ഇനിയും മക്കളുണ്ടാവും അവിടെ എന്ന് ഞാൻ മനസ്സിലാകുന്നത്. അവരൊക്കെ മൈക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയും മുഹസിൻ മോനാണ് പാടിയത്, ഇന്നും മുഹസിൻ മോനാണ് പാടിയത്. ഇനിയും മക്കളുണ്ട്, അവരൊക്കെ പാടാൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതെ, അവിടെ നജീം അറിയിച്ചതുപോലെ 12:30 PM പാട്ട് പാടാനുള്ള അവസരം. 12:30 AM അല്ലേ? ഏതായാലും അബു ഹസൻ എന്ന ഏരിയയിൽ ഹസൻ മോന് പാട്ടുപാട് റെഡി ആയിട്ടുണ്ടാകുന്ന മനസ്സിലാകുന്നത്. ഹസൻ മോന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കണം. ഹസൻ മോന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കണം ഇൻഷാ അല്ലാഹ്. പരമാവധി ഈ സമയത്ത് തന്നെ എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുക. പണ്ടൊക്കെ കുട്ടികൾ വളരെ ആവേശത്തോട് മാജിദ മോളൊന്നും കൈ താത്താറേ ഇല്ലായിരുന്നു. എല്ലാവരും കൈ താത്തുക. അപ്പോ എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്ത് തന്നെ നിൽക്കുക. എന്നാളെ കുരുന്നുകൂട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ടീമിന് വിളിച്ചു വരുത്തി നമ്മൾ കൊടുക്കും. അപ്പോ നമ്മുടെ അവസരം നഷ്ടപ്പെടും. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് നമുക്ക് വേണ്ടി ഒരു ദിവസം ഒരു സമയവും നമുക്ക് തന്നത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരുപാട് കുട്ടികൾ അബ്ബാസ് ഹൈലി എന്നുള്ള ഐഡിയയിലെ കുട്ടികളുണ്ടല്ലോ അല്ലെ, ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ഫാമിലികളിലുള്ള ഐഡിയകൾ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിട്ട് കുട്ടികളൊന്നും ഒരുക്കാതിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഒരു കഴിവുകേടാണ്. അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളാണ് ശ്രദ്ധ പുലർത്തേണ്ടത് അല്ലെ. അവരെ ഒരുക്കാനും അവർക്ക് പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കാനും നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് അവർക്ക് പാടാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. ഒരുപാട് റേഡിയോ ശ്രോതാക്കള് ഈ ഒരു ശബ്ദം ശ്രവിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഒരു 118 ID വൈലക്സിൽ കാണുന്ന ID അല്ല, നമുക്ക് ഒരുപാട് ശ്രോതാക്കള് റേഡിയോയിലുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ കുരുന്നുകൂട്ടം പ്രതീക്ഷ നിൽക്കുകയും ഇവിടെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ആമീൻ പറയുകയും അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ടുമാണ് എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കണം. അപ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു സമയമാകുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വെള്ളിയാഴ്ചകളിൽ നേരത്തെ വല്ല ലൈവ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ കുരുന്നുകൂട്ടം തുടങ്ങാറുണ്ട്. അപ്പൊ ആ സമയമൊക്കെ എന്തായാലും 3 മണി UAE സമയം 3 മണി, സൗദി സമയം 2 മണി, ഇന്ത്യൻ സമയം 4:30, ഇങ്ങനെയാണ് നമ്മുടെ കുരുന്നുകൂട്ടത്തിന്റെ സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും കുട്ടികളൊക്കെ റൈസാൻഡ് ചെയ്ത് നിൽക്കാം എന്നുള്ളതാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആര് മൈക്കിലുണ്ടെങ്കിലും റൈസാൻഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ അവിടെയുള്ള ഉസ്താദുമാർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കുരുന്നുകൂട്ടത്തിന് കുട്ടികൾ വന്നതാണ്, അവരുടെ സമയം അത് അവർക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു മനസ്സ് ആ മൈക്കിലുള്ള ആളുകൾക്ക് വരും. എന്തായാലും ഹസൻ മോൻ റൈസാൻഡ് ചെയ്യാം. ഹസൻ മോനാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്തതായിട്ട് പാട്ട് പാടിത്തരുന്നത്. ഹസൻ മോന് ഇൻഷാ അല്ലാഹ് റൈസാൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹസൻ മോൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഹസൻ മോന് വേണ്ടി ഷാർജയിൽ നിന്നുള്ള ഹസൻ മോനാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തതായിട്ട് പാട്ട് പാടുന്നത് അല്ലെങ്കിൽ കഥ പറയുന്നത്. എന്താണെങ്കിലും ആ കുരുന്നിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഹസൻ. صل ربنا على رسولنا خير خلقك سيد الأنام. صل ربنا على رسولنا خير خلقك سيد الأنام. ليوم عفوك نجئ رابة منا لخير خلقك ندعو شافيا لنا. صل ربنا على رسولنا خير خلقك سيد الأنام. صل ربنا على رسولنا خير خلقك سيد الأنام. نرجو هداك يا أمجد أي ملجأ أمرنا. نشكر نعمتا يا رحماننا. نرجو هداك يا ملجأ أمرنا. نشكر نعمتا يا رحماننا. نرجو نجاة كريم ندعوك يا رحمن.
دوما دواما ندعو السلام دوما دواما ندعو السلام صل ربنا على رسولنا خير خلقك سيد الأنام صل ربنا على رسولنا خير خلقك سيد الأنام نسمع ناديا أمجد خلقك نمنم داعيا أحمد رسلك نسمع ناديا أمجد خلقك نمنم داعيا أحمد رسلك نرجو نجاة كريم ندعوك يا رحمن دوما دواما ندعو السلام دوما دواما ندعو السلام صل ربنا على رسولنا خير خلقك سيد الأنام صل ربنا على رسولنا خير خلقك سيد الأنام يوم شهرنا ليل صعبنا نطلب منك يا ناصر كلنا يوم شهرنا ليل ثوابنا نطلب منك يا ناصر كلنا نرجو نجاة كريم ندعوك يا رحمن دوما دواما ندعو السلام دوما دواما ندعو السلام صل ربنا على رسولنا خير خلقك سيد الأنام صل ربنا على رسولنا خير خلقك سيد الأنام ليوم عفوك ندعو رابة منا لخير خلقك ندعو شافعا لنا صل ربنا على رسولنا خير خلقك سيد الأنام السلام عليكم വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഹസൻ മോനെ തകർത്തു കളഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഒരു മധുര ഗാനം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായിട്ട് ഹസൻ മോന് പാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസൻ മോനെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉമ്മ ബാപ്പമാർക്ക് ദുആ ചെയ്യുന്ന, അവർക്ക് ദിക്റുകൾ ചൊല്ലി സൂറത്തുകൾ ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന മക്കളിൽ നമ്മുടെ ഹസൻ മോനെയും ഇവിടെ പാട്ടുപാടുന്ന എല്ലാ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മക്കളിൽ ഉൾപ്പെടുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഹസൻ മോനെ പാട്ടുപാടുന്ന പ്രതീക്ഷിക്കുന്നു. വളരെ മനോഹരമായിട്ട് മോന് ഷാർജയിൽ നിന്നാണ്, ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെ? ഹസൻ മോന് 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? സല്ലി റബ്ബനാ യാ റസൂലിനാ ഖൈരി ഖൽഖിക സയ്യിദിൽ അനാം. അപ്പോ ഹസൻ മോന് പാടുമ്പോ ഞാനൊക്കെ കേൾക്കുന്ന ശബ്ദം എന്താ വെച്ചാല് ലാ റസൂലിനാ എന്നുള്ളതാണ് അല്ലെ? ശ്രോതാക്കൾ എന്താണെന്ന് അറിയില്ല കേൾക്കുന്നത്. ഹസൻ മോൻ നല്ല ഉഷാറായിട്ട് തന്നെ പാടുന്നു, വളരെ മനോഹരായിട്ട് മോന് പാടുന്നുണ്ട്. വളരെ നല്ല ഉഷാറാണ്, നല്ല മഹ്റജാണ്, ഒക്കെ ഉഷാറാണ്. പിന്നെ ഹസൻ മോന് പക്ഷെ യാ റസൂലിന എന്ന് പറഞ്ഞിടത്ത് ലാ റസൂലിന എന്നാണോ പറയുന്നത്? ഇങ്ങനെ എനിക്കൊക്കെ കേൾക്കുന്ന അങ്ങനെയാണ്. എന്തായാലും വേറൊരു വിഷയമല്ല, നമ്മുടെ ഹസൻ മോന് ജലദോഷ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോ പിന്നെ ഹസൻ മോനെ സംസാരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഹസൻ മോനെ പാടുന്നത് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിലും ഹസൻ മോന് സംസാരിക്കുന്ന വിഷയത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഇപ്പൊ ഉണ്ട്, ജലദോഷമുണ്ട്. കണ്ടല്ലോ, നമ്മൾ പാട്ട് കേൾക്കുമ്പോ തന്നെ അലാ റസൂലിനാണ്, അലാ റസൂലിനാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ലാ റസൂലിനാന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പൊ ഹസൻ മോൻ ഒന്നും കൂടെ മൈക്കെടുത്ത് പാടിയാലോ ഉഷാറായിട്ട്? അലാ റസൂലിനാന്നുള്ളതാണ്. അലാ റസൂലിന ബഹുമാനപ്പെട്ട ഷാക്കിറുൽ മുസ്തഖ പറയുന്നു. അപ്പോ നമ്മൾ കേൾക്കുന്ന എന്താ അറിയോ? ലാ റസൂലിനാന്നുള്ളതാണ്. എനിക്കറിയില്ല, അപ്പൊ ഞാനൊക്കെ കേൾക്കുന്ന അങ്ങനെയാണ്. എന്തായാലും പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ മോന് പാടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തെറ്റുകൾ ഇങ്ങനെ നമുക്ക് PM വരും.
മാഷാ അല്ലാ. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഹസൻ മോന് പാടി. നമ്മുടെ കുരുന്നു മക്കള് എന്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ബിസ്മില്ലാഹി ഉസ്താദൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുരുന്നു മക്കളുടെ ഓരോ ഹർഫുകളുടെ മിസ്റ്റേക്കുകൾ ഇവിടെ പറയാൻ വേണ്ടി മൈക്കെടുക്കും. കഴിഞ്ഞ ആഴ്ചയിലുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ ഒരു കുട്ടി പാട്ട് പാടിയപ്പോ നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് ഫൈസി ഉസ്താദ് മൈക്കിൽ വന്നിട്ട് അവിടെ അങ്ങനെയല്ല പാടേണ്ടത്, ഇവിടെ ഇങ്ങനെയാണ് പാടേണ്ടത്. അപ്പൊ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാരുണ്ട്, എല്ലാരും എല്ലാം കേൾക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ഓരോ മിസ്റ്റേക്കും അവരെന്ത് ചെയ്യും, മൈക്കിൽ വന്നിട്ട് പറയും, അല്ലെങ്കിൽ നമ്മെ PM-ലൂടെ അറിയിക്കും. സല്ലി റബ്ബന അലാ റസൂലിന. അപ്പൊ നമ്മളൊക്കെ സാധാരണ കേൾക്കുമ്പോ അത് പാട്ട് പാടുമ്പോഴുള്ള ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ മജ്ലിസുന്നൂറിലൊക്കെ ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും എന്ന് പറയും. ആ നേരം ലഈൻ അവൻ ആട്ടുവാൻ എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ചെല്ലണ സമയത്ത് ചെല്ലുക അല്ലെ. ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈൻ അവൻ ആട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. നമ്മൾ അങ്ങനെയാണ് ചെല്ലുന്നത്. പക്ഷെ ശരിക്ക് അത് നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ടൂണിന് വേണ്ടി പറയുകയാണെങ്കിലും അവിടെ പറയുന്ന എന്താണ്, നേരം ലഈൻ അവൻ ആട്ടുവാൻ, ശരിക്കും അവനെന്നല്ല വേണ്ടേ, അവനെ ആട്ടുവാൻ എന്നല്ല വേണ്ടേ. അപ്പൊ ഒരു ടൂണിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. എന്തായാലും അമീർ ഫൈസി ഉസ്താദ് അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ചെല്ലുന്ന സമയത്ത് ടൂണിൽ ചെല്ലുന്ന സമയത്ത് എല്ലാരും എല്ലാവർക്കും കേൾക്കൽ എങ്ങനെയാണ്, ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈൻ അവൻ ആട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. അങ്ങനെയാണ് ചെല്ലാറുള്ളത്. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈൻ അവൻ ആട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. ടൂണിന് എന്തെങ്കിലുമൊക്കെ സംഗതികളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളൊരു പദ്യരൂപത്തില് അത് എന്ത് ചെയ്യാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബഹ്റൈനിൽ നിന്നുള്ള സിദ്റമോള് റൈസാന് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റൈസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ പേര് ചിദ്ര. ഓമന മുഹമ്മദീനെ ഓത്തിനായ ഓമനിക്കാട് വാപ്പ വേണം, വാപ്പ ജീവിച്ചില്ല. ആമിന ബീവിന്റെ കൽവി സുന്ദരം പേരൂത്ത് ആറ്റലായ മുലയോർത്ത് വേദന പേരൂത്ത്. ഉസ്താദെ എനിക്ക് ദുആർക്കണേ. എനിക്കും അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ മാഷാ അല്ലാ. സിദ്റമോള് ബഹ്റൈനിൽ നിന്ന് നമുക്ക് പാട്ട് പാടുന്നത് കുറഞ്ഞ വരിയിലാണെങ്കിലും വളരെ മനോഹരമായിട്ട് മോള് പാടി. മാഷാ അല്ലാ. എത്രാം ക്ലാസ്സിലാണ് സിദ്റമോള് പഠിക്കുന്നത്? സിദ്റമോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാട്ട് പാടാൻ വരണമെന്ന് പറഞ്ഞപ്പോ വളരെ പെട്ടെന്ന് റൈസാൻഡ് ചെയ്തു. KG-യിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാ. ഇന്ന് പാടിയ കുട്ടികളിൽ ഏറ്റവും ചെറിയ കുട്ടി ആരാണ്? സിദ്റമോളാണ്. മാഷാ അല്ലാ. വളരെ മനോഹരമായിട്ട് സിദ്റമോള്, ഒരുപാട് ദിവസമായി സിദ്റമോളെ ശബ്ദം കേട്ട്. മുമ്പൊക്കെ പാടിയിരുന്നു. നമ്മളെപ്പോഴും മൈക്കിലൂടെ പറയാറുണ്ട്, ബഹ്റൈനിൽ നിന്നുള്ള കുട്ടികൾ ആരും പാടുന്നത് കേൾക്കാറില്ലോ, എന്തു പറ്റി? ഇന്ന് സിദ്റമോൾ അതൊക്കെ തിരുത്തി വളരെ മനോഹരമായിട്ട്. ചെറിയ കുട്ടിയല്ലേ, ഇത്രേ പാടാൻ പറ്റുള്ളൂ സിദ്റമോൾക്ക്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അപ്പൊ ഇനിയും സിദ്റമോള് പാട്ട് പാടാൻ വരണം. എല്ലാ ആഴ്ചയും കുരുന്നുകൂട്ടത്തിൽ വന്ന് പാട്ട് പാടണം കേട്ടോ. അങ്ങനെ കുറച്ച് പാടുമ്പോഴാണ് മോള് വലിയ പാട്ടുകാരിയൊക്കെ ആവുക. മാഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് ഐശ്വര്യം കൊടുക്കുന്ന കുട്ടികൾ ആ കുട്ടിയെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയുണ്ട് അവിടെ ഒരാള്. ആരാണത്? സിദ്റമോളെ. അവിടെ ഒരു കുട്ടി കൂടി ഉണ്ടല്ലോ പാട്ട് പാടാന്. ആരാണ് ഇനി അവിടെ പാട്ട് പാടാനുള്ളത്? സിദ്റമോളന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഇനി അവിടെ പാട്ട് പാടാൻ ആരാ ഉള്ളത്? ഒരു കുട്ടി കൂടി ഉണ്ടല്ലോ, പേര് ഓർക്കുന്നില്ല ഈ സമയത്ത്.
ആ കുട്ടിയുടെ പേരൊന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് വളരെ പെട്ടെന്ന് റൈസാൻഡ് ചെയ്ത് നിൽക്കണം പാട്ട് പാടാന്. ഇങ്ങനെ മടിച്ചു നിൽക്കാൻ പാടില്ല. അർഷിനാമോളും ഉണ്ട്, നല്ല ഉഷാറായിട്ട് പാടും മോള്. അർഷിനാമോളും സിദ്രമോളും ഒക്കെ. അപ്പോ അർഷിനാമോള് വലിയ കുട്ടിയാണ്, കുറച്ചും കൂടി സിദ്രമോളെക്കാളും നല്ല ഉഷാറായിട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പൊ അർഷിനാമോള് അടുത്ത പാട്ട് പാടാൻ വേണ്ടി റെഡി ആയി നിൽക്കണം കേട്ടോ. അർഷിനാമോളിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പോ ഇനി അടുത്തൊരാൾ പാടി കഴിഞ്ഞാൽ അർഷിനാമോളാണ് പാടുക. മാജിദാമോളൊക്കെ പോയാ? അർഷിനാമോൾ ഇപ്പൊ വരും ഇൻഷാ അല്ലാഹ്. പുറത്താണ് എന്നാ പറയുന്നത്. മാജിദാമോൾ എവിടെ? മാജിദാമോളൊക്കെ പാടാൻ സമയമായിട്ടുണ്ട്. രണ്ടാമതൊരു പാട്ട് കൂടി പാടാൻ സമയമായിട്ടുണ്ട്. ഏതായാലും നമുക്ക് പാടിത്തന്നത് നമ്മുടെ സിദ്രമോളാണ്, നമ്മുടെ അബ്ദുള്ളക്കയുടെ കുഞ്ഞു മോളാണ്. അള്ളാഹു താല പിന്നെ സ്വാലിഹത്തുകളിൽ പിന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ് അല്ലെ. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കുട്ടികളിൽ ആ മക്കളെയും നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ പാടുന്ന എല്ലാ മക്കളെയും അള്ളാഹു താല എടുത്തുമാറാകട്ടെ. കണ്ണിന് കുളിർമയേകുന്ന അല്ലെ മാതാപിതാക്കൾക്കും സമുദായത്തിനൊക്കെ ഉപകരിക്കുന്ന മാതൃകാ വനിതകളിലും മാതൃകാ മഹാന്മാരിലും നമ്മുടെ കുരുന്നു മക്കളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അത്തരത്തിൽ മാതൃകാ വനിതകളായി നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കുട്ടികൾ വളർന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാനാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലെത്തി എന്നിട്ട് കുരുക്കൂട്ടത്തിലൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ട് അവർ ആ ഒരു വിവരം അറിയിക്കുകയും നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യാം. മാഷാ അല്ലാഹ്, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ ക്ലാസ് റൂമിൽ ചെലവഴിക്കുന്ന നമ്മുടെ ഒരുപാട് ഫാമിലികൾ, അവരുടെ മക്കള്, നമ്മെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ, അള്ളാഹു തആല എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. അവരൊക്കെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങൾ പലരും പല ഫാമിലികളും നമുക്ക് തന്നെ അറിയാം. നമ്മളെക്കാൾ ഏറെ സമയം ചെലവഴിച്ച് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഒന്നും മൈക്ക് ഫ്രീ ആവാൻ പോലും വിടാതെ വളരെ സജീവമായിട്ട് നമ്മുടെ ക്ലാസ് റൂമിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട് നമുക്ക്. അവരൊക്കെ ഈ നിമിഷം ഓർക്കുകയാണ്. അവർക്കൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു അവിടെ നിന്നുള്ള പൊരുത്തവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൂലിയും പ്രതീക്ഷ കൊണ്ടും മാത്രമാണ് ഈ ഒരു സംവിധാനത്തിലൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടിയതും ഇതിനുവേണ്ടി നാമൊക്കെ പ്രവർത്തിക്കുന്നതും. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അഡ്മിൻ സുഹൃത്തുക്കൾ, അതിനേക്കാളേറെ ഒരുപാട് ഫാമിലികൾ ഈ ഒരു ക്ലാസ് റൂമിനെ പൊന്നുപോലെ നോക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും നമ്മുടെയൊക്കെ മീസാനിൽ കളം തൂങ്ങുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട മാസങ്ങളും ദിവസങ്ങളും നിമിഷങ്ങളുമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സംസാരിക്കല്ല. നമ്മുടെ തുണീക്ക 500 എന്ന ഐഡിയിൽ കുട്ടിയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ. എന്റെ കുട്ടിയാണല്ലോ അല്ലെ, കുരുന്നുകൂട്ടത്തിൽ പാടാൻ വന്ന കുട്ടിയാണല്ലോ. തൂനിക എന്താണ് ആ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കുട്ടിയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആ ഐഡിയുള്ള റൈസാൻഡ് ചെയ്ത ഐഡിയുള്ള കുട്ടിക്ക് വേണ്ടി ആ മൈക്ക് റിലീസ് ചെയ്യുന്നു. കൂടെ എന്റെ പ്രിയപ്പെട്ട കുരുന്നു മക്കളോടൊക്കെ അറിയിക്കാനുള്ളത്, നിങ്ങളൊക്കെ റൈസാൻഡ് ചെയ്ത് നിൽക്കണം. നമ്മുടെ ലൈവ് വരുന്നത് വരെ നമ്മുടെ കുരുന്നുകൂട്ടം നമുക്ക് തുടരണം. എല്ലാവരും അവർക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. റൈസാൻഡ് ചെയ്ത് വെക്കുന്ന ഐഡിയും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനിടക്ക് മൈക്കിൽ ആരും ചാടരുത്. നമ്മളെ കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ടാണ്. ആർക്കും വിഷമൊന്നും തോന്നരുത്. നമ്മളെ കുട്ടികൾ പ്രതീക്ഷയോടുകൂടി റൈസാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഒന്ന് മൈക്കിൽ ചാടി, എനിക്ക് മൈക്കിലൊക്കെ ചാടാൻ കഴിയുന്നുള്ള ഒരു ആ ഒരു ഇതിൽ മൈക്കിൽ ചാടി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാല് കുട്ടികൾക്ക് വിഷമാകും. നമ്മുടെ കുരുന്നു മക്കളല്ലേ. നമ്മുടെ സിദ്രമോളൊക്കെ LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അവരൊക്കെ പെട്ടെന്ന് മനസ്സിന് വേദനിക്കും. അപ്പൊ ആരും അങ്ങനൊന്നും ചെയ്യല്ലേ. അപ്പൊ എല്ലാവരും റൈസാൻഡ് ചെയ്ത് നിൽക്കണം. കുട്ടികളൊക്കെ റൈസാൻഡ് ചെയ്ത് നിൽക്കണം. ഈ ഐഡി മൈക്ക് റൈസാൻഡ് ചെയ്ത് നിൽക്കൂ. ഇതുവരെ റൈസാൻഡ് ചെയ്തിട്ട് ഇപ്പൊ മൈക്ക് റിലീസ് ചെയ്തല്ലോ, കൈ വിട്ടല്ലോ, എന്താ സംഭവം? അപ്പോ മലപ്പുറം എന്ന ഐഡിയിലുള്ള കുട്ടിക്ക് ഇനി ഒരുപാട് കുട്ടികൾ പാട്ട് പാടാനുണ്ട്. ഇനിയും നിങ്ങൾക്ക് പാടാം. ഒരിക്കൽ പാടി കഴിഞ്ഞാൽ നമ്മുടെ അവസരം ഇവിടെ
ഇല്ലാതാവുന്നില്ല. എല്ലാവർക്കും ഇനിയും ഇനിയും പാട്ട് പാടാൻ. തുണിക്ക് പോയോ? കുട്ടികൾക്ക് നമ്മളെക്കാൾ ചാടാൻ കഴിയുന്നതാണ് ബഹുമാനപ്പെട്ട ഷാഫർ ഉസ്താദ് പറയുന്നത്. ഏതായാലും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ റൈസാൻഡ് ചെയ്ത് വളരെ പെട്ടെന്ന് മൈക്കിൽ വരാം. എന്താണ് കുട്ടികൾക്കൊന്നും ഒരു ആവേശമില്ലാത്ത ഈ ഐക്കോറ ബിരിയാണിയും ആഗോല ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ കുട്ടികൾക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇതൊക്കെ. എന്റെ ശബ്ദം കേൾക്കുന്ന ഫാമിലികൾ മനസ്സിലാക്കണം. കുട്ടികൾ കുറച്ച് ഭക്ഷണം കൊടുക്കുക. കുരുന്നുകുട്ടികൾ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് ഭക്ഷണം കൊടുത്തോളിട്ടോ. നന്നായിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പാടാനും കഴിയില്ല, ക്ഷീണമായിരിക്കും, നല്ല ഉറക്ക് വരുന്നുണ്ടാകും. പ്രത്യേകിച്ച് പ്രവാസി കുടുംബങ്ങൾ കൂടുതലുണ്ടാകുമ്പോ അവർക്ക് ആ AC-യുടെ ഉള്ളിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും, ബിരിയാണിയൊക്കെ അടിച്ചു കയറിയിട്ട്. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ റൈസാൻഡ് ചെയ്ത് മൈക്കിൽ വരണം വളരെ പെട്ടെന്ന്. ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ഞാൻ പാടേണ്ടി വരും മിക്കവാറും. ഇവിടെ പാടാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷാക്കിർ ഉലൂമി ഉസ്താദ്, ജാഫർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കുംബ്ല ഉസ്താദ് തുടങ്ങി ഒരുപാട് ഉസ്താദ്മാര്, ഫവാസ് ഫൈസ് ഉസ്താദ് ഒക്കെ ഉണ്ട്. ഇവർക്കൊന്നും നമ്മൾ മൈക്ക് കൊടുക്കാൻ എന്താ അറിയോ? കുട്ടികൾ അവസരം പോയി വിചാരിച്ചിട്ടാ. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജാഫർ ഉസ്താദൊക്കെ എന്താ പാട്ടെന്ന് അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഭയങ്കര പാട്ടാ. അപ്പൊ ഒന്നും കൊടുക്കാതിരിക്കുന്നുണ്ട് ചില കുരുന്നുകൂട്ടത്തിന്റെ കാനൂന് തെറ്റിക്കണ്ട വെച്ചിട്ടാ. 15 വയസ്സുള്ള താഴെയുള്ള ആൺകുട്ടികളും 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളൊക്കെയാണ് നമ്മുടെ കുരുന്നുകൂട്ട് നമ്മൾ ഉസ്താദ്മാർ അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ആ കുട്ടികൾ തന്നെ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, പരമാവധി കുട്ടികളെ മൈക്കിലേക്ക് വിളിക്കുന്നത്. അല്ല ഈ നമ്മുടെ ഇവിടെ കാക്കക്കൂട്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാരും കുട്ടി, ഞാനും കുട്ടിയാന്നാ പറയുന്നത്. കുട്ടികളായിരുന്നു എല്ലാവരും. ഷാക്കിർ ഉസ്താദൊക്കെ നേരത്തെ ചോദിച്ചിരുന്നു എനിക്കൊന്ന് പാടാൻ പറ്റും, ഞാനും ഉമ്മാന്റെ കുട്ടിയാണ്. എല്ലാരും കുട്ടികളാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ കുട്ടികളെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങൾ മൈക്കിൽ വരി. അതെ, മുഹമ്മദ് കുട്ടിയാണ് പറഞ്ഞ മാതിരി കുട്ടികളെ ഞാൻ സ്കൂളിൽ സംസാരിക്കില്ല, നിങ്ങളുടെ സമയം. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ മൈക്കിൽ വരാം. മാജിദ മോൾ എന്ത് പറ്റി? ഹസൻ മോനെ നിർത്തിയ? ഹസൻ മോനൊക്കെ റൈസാൻ ചെയ്ത് വരട്ടെ. മജിദ മോളും ഹസൻ മോനും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുഹസിൻ മോൻ. എവിടെ ഷെരീഫ് ഉസ്താദെ? ദുബായിൽ വാങ്ങിക്കൊടുക്കാനൊന്നും സമയമായിട്ടില്ല. അപ്പൊ കുട്ടികളൊക്കെ ഇനിയും കൈ ഉയർത്തി പാട്ട് പാടിപ്പിക്കണം എന്ന് അറിയിക്കുകയാണ്. ഷെരീഫ് ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? മുഹമ്മദ് മുഹസിൻ മോനൊക്കെ റൈസാൻ ചെയ്തിട്ട്. ഹൈദർ എന്ന ഐഡിയിലുള്ള ബഹുമാനപ്പെട്ട ഹൈദർക്ക് വന്നിട്ടുണ്ടോ? സുൽത്താൻ മോന് നാട്ടിൽ നിന്ന് വളരെ മനോഹരമായിട്ട് എല്ലാ ദിവസവും കുരുന്നുകൂട്ടത്തിൽ പാടാറുണ്ട്. കുട്ടികൾക്ക് അവരൊക്കെ വരുന്ന സമയമായിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ലൈവ് ഇപ്പോൾ നമ്മുടെ അലറഫ നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് പോകും. അപ്പോ ഈ ഉള്ള സമയം കുട്ടികൾ ഉപയോഗപ്പെടുത്തണം. ലൈവ് ടീമിന് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അവസരമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ പരമാവധി കുട്ടികളൊക്കെ റൈസാൻഡ് ചെയ്ത് വരിക. കൂടുതൽ സമയമൊന്നും ആയിട്ടില്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് സിദ്ര അബ്ദുള്ള എന്ന ഐഡിയയില് അർഷിന മോൾ തന്നെ പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സിദ്ര മോൾ നമുക്ക് പാട്ട് പാടി തന്നു, KG ക്ലാസ്സിൽ പഠിക്കുന്ന. ഇനി ഏതായാലും അർഷിന മോൾ ആയിരിക്കും നമുക്ക് പാട്ട് പാടി തരുന്നത്. കുട്ടിക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ പേര് സിദറ. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ്. ആമിന ബീവി. നമ്മുടെ നബിയുടെ പേരെന്താ? അബ്ദുള്ള. നമ്മുടെ നബിയുടെ ജനനം മക്കത്ത്, മരണം മദീനത്ത്. ഉസ്താദേ എനിക്കും വേണ്ടി ദുആക്കണേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് സിദ്ര മോള് അല്ലാഹു തആല സ്വീകരിക്കട്ടെ.
കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മായെയും ഈ സമയം നമ്മൾ മറക്കാൻ പറ്റൂല. നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മുടെ കുരുന്നു മക്കൾക്ക് എപ്പോഴും പ്രചോദനമാകലും അവരുടെ ഓരോ കാര്യങ്ങളുടെയും അവരുടെ ഉന്നമത്തിനൊക്കെ കാരണക്കാരെ നമ്മുടെ രക്ഷിതാക്കളാണ്. അള്ളാഹു താല അവരെയും സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഏതായാലും നമുക്ക് കൂടുതൽ സമയമൊന്നുമില്ല. അലാറഫ റൈസാനി നിൽക്കുന്നുണ്ട്. ഏതായാലും 5 മിനിറ്റിനകം അദ്ദേഹത്തിന് മൈ കൊടുക്കണം. പിന്നെ ലൈവ് വന്നിട്ടുണ്ട്. ഏതായാലും സിദ്രമോൾക്ക് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാവരും നന്ദിയും കടപ്പാടും. ഇന്ന് 2 പാട്ടാണ് സിദ്രമോള് KG ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ സിദ്രമോള് പാടിയത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു താല വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ, കുടുംബത്തിലും നല്ല ഐക്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായത് കുഞ്ഞു മോളാണ്. വളരെ മനോഹരായിട്ട് മോള് പാടി. മാഷാ അല്ലാഹ്. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും പ്രചോദന. ചെറിയ കുട്ടിയാണ്, ഇത്രയും ഉഷാറായിട്ട് പാടുന്നത് കണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇതുപോലെ മോളെ പോലെ എല്ലാ കുട്ടികളെയും അള്ളാഹു തആല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ആക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. ആ കുട്ടികളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് സമയാസമയങ്ങളിൽ ദീനിന്റെ വെള്ളി വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾ, എന്റെ ശബ്ദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.